ഹലോ ഗായ്സ്, മീറ്റ് മൈ ലീലിക്കുട്ടി. കുറേ കാലമായിട്ട് രാവിലെ കാണാത്ത ഞാൻ ഇന്ന് 6 മണിക്ക് പെടച്ചെണീറ്റ് ഗൈസ്. അത് ഒരു വാർത്ത കേട്ട്. രാവിലെ തന്നെ അമ്മ ടെൻഷൻ അടിച്ചുകൊണ്ട് വന്ന് പറയാം, അമ്മമ്മയ്ക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഓർമ്മയൊന്നും ഇല്ലാന്നാ പറയുന്നത്. എന്താ അറിയൂല, തല ഇറങ്ങി മേടിക്കുന്നത്. അത് ഒരൊറ്റ ശ്വാസത്തിൽ പകുതി ജീവനാട് ഇല്ലാണ്ടായി. അപ്പാടി ഞാനും അമ്മയും കൂടെ ഓടിപ്പിടിച്ച് അവസാനം നടുവണ്ണൂർ ഹോസ്പിറ്റലിൽ എത്തിയാണ് സമാധാനമായത്. ഇതായിരുന്നു അവസ്ഥ. ആടെ കിടന്ന് രാവിലെ അങ്ങനായി ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കോമഡി ആക്കുന്നുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, ശരീരത്തിൽ തീരെ വെള്ളത്തിന്റെ അംശമില്ല, അതുകൊണ്ടാണ് തലയെല്ലാം കറങ്ങി വീണത്. ചൂടല്ലാണ് കേസ്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയുള്ളൂ, ദാഹം ഇല്ലെങ്കിൽ വെള്ളം കുടിക്കുക ചാവുക. എന്നാലും എന്റെ കേസ്, ഈ ലീലിക്കുട്ടി ഇന്ന് തന്നെ വല്ലാണ്ട് തീറ്റിച്ച്. പ്രശ്നമൊന്നുമില്ല, നല്ലോണം വെള്ളം കുടിക്കാം. 3 ദിവസം കഴിഞ്ഞിട്ട് മാറ്റമൊന്നുമില്ല. ക്ഷീണം ഉണ്ടെങ്കിലും ഒന്നുകൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറിനെ കാണാൻ പറഞ്ഞേക്ക്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പാടി ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി പോയത് വീട്ടിലേക്കാണ് കേസ്. കാരണം അമ്മമ്മയാണ് വീട്ടിലെ ഓളിനോൾ. അവിടെ ഒരു കാര്യം നടന്നില്ല. നമുക്ക് ഫുഡ് ഉണ്ടാക്കാണ്ട്, ബാക്കി പരിപാടി നോക്കാണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. നേരത്തെ ഹോസ്പിറ്റലിൽ ഡ്രിപ്പ് ഇട്ട് കിടന്ന മുതലാണ് കേസ് ഇത്. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ മുപ്പത്തി കേൾക്കൂല, എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യണം. ഇതാണ് അവസ്ഥ. പുലർച്ചയ്ക്ക് എല്ലാവരും ടെൻഷൻ അടിച്ച് പോകേണ്ടതിന് ഒന്നും കഴിക്കാണ്ടാ വേണ്ടത്. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പരിപാടിയൊക്കെ കുറച്ച് വേഗം പിടിച്ചു. പാവം കേസ്, ലീലിക്കുട്ടി കഞ്ഞി മാത്രം കൊടുത്ത് ബാക്കി എല്ലാവരും മുന്നിലിരുന്ന് പത്തിരിയും കടലക്കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡും കഴിച്ച് എല്ലാവരും ബാക്കി പരിപാടി തുടങ്ങി. എല്ലാവരും എന്ന് പറയാൻ ഞാനും അമ്മേൻ്റെ ഏച്ചും അമ്മയും മാത്രമേ ഉള്ളൂ. എനിക്ക് കിട്ടിയ പണി അടിച്ചു വരലാണ് കേസ്. മുറ്റം അടിച്ചു വരാം. ചെങ്കോട്ടുകോണത്തെ ഏക വ്യക്തി കൂലിപ്പണി രാജൻ. കൂലിപ്പണി, കൂലി പണി, രാജൻ, കൂലിപ്പണി രാജൻ. രാവിലെ 6:30 കയറി ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും ഇറങ്ങാതെ വൈകുന്നേരം 6:30 വരെ പാട്ടിയെ പോലെ പണി ചെയ്യുന്ന ചെങ്കോട്ടുകോണത്തെ ഏക വ്യക്തി കൂലിപ്പണി രാജൻ. ഇതാണ് കേസ് എൻ്റെ അമ്മേൻ്റെ അച്ഛൻ. അമ്മച്ചൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ കാക്കേനെ അമ്പയാണ്. ഇത് അമ്മച്ചൻ ഉണ്ടാക്കിയ അമ്പും വില്ലാണ് കേസ്. മൂപ്പര് ഭയങ്കര സീനാ. മൂപ്പര് ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ. രാവിലെ എണീറ്റോണ്ട് തന്നെ ഞാനൊന്ന് മയങ്ങിപ്പോയി. ഫുഡ് കഴിക്കുക, വാ എണീക്കിന്ന് പറഞ്ഞ വിളി കേട്ടപ്പോഴാണ് ഞാൻ പിന്നെ എണീറ്റത്. ഫുഡൊക്കെ കഴിച്ച് പിന്നെയും കിടന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്കും വൈകുന്നേരമായി കേസ്. വൈകുന്നേരം ആയാലും എല്ലാവരും കൂടെ ചായ കുടിക്കുകയാണ്. ഇപ്പം ലീലിക്കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല കേസ്. ലീലിക്കുട്ടി നല്ല ഓക്കെയാണ്. പിന്നെ കുറച്ചൊരു മൂത്തച്ഛനോടും അമ്മച്ചനോടും അമ്മമ്മേനോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഓരോന്ന് ചിരിച്ച് സമയം പോയി ഗൈസ്. നോക്ക് ഗൈസിന്റെ ലീലിക്കുട്ടി കുറച്ച് പല്ലിൽ കുറേ നേരം മര്യാദയ്ക്ക് സമയത്തിന് മരുന്ന് കുടിക്കാനും വെള്ളം കുടിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും എണീറ്റ് ഓടിക്കളിക്കാണ്ട് മര്യാദയ്ക്ക് കുറച്ച് പണിയെടുത്ത് റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള ക്ലാസ് എല്ലാം കൊടുത്ത് ഉപദേശിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഇന്നിപ്പോൾ തീ തിന്ന വിശേഷം ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.